നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ സഹോദരി താമസിക്കുന്ന വീട്ടിൽ കയറി വരാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? ഞാൻ ഹരിതയെ കാണാൻ വന്നതാ. കൊള്ളാം. ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? മനോജ് ഹരിതയെ വീട്ടിലേക്ക് വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് കാലം കുറയായി. അന്നൊന്നും ഈ ആങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അത് ആരായാലും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? സ്വന്തം കൂടപ്പുറപ്പ് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത ഒരാളുടെ കൂടെ ഇറങ്ങി പോകുമ്പോ അയാളെ പെട്ടെന്നൊന്നും അംഗീകരിച്ചൊന്നും വരില്ല. ഇപ്പൊ എന്താ, പെങ്ങളെ ഇറക്കിക്കൊണ്ട് പോയി സ്വയംവരം നടത്തിയ പയ്യന് കളക്ടർ ഉദ്യോഗം കിട്ടിയോ? അതോ ലോട്ടറി അടിച്ചോ? അല്ല, ഈ മനോപരിവർത്തനത്തിന്റെ കാര്യം മനസ്സിലായില്ല. അല്ല, കാലം മാറിയപ്പോ എല്ലാം ക്ഷമിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഏതായാലും വന്ദന പറഞ്ഞതുപോലെ കൂടപ്പുറപ്പല്ലേ. മാനസാന്തരം സംഭവിച്ച പല കൊട്ടേഷൻ ഗുണ്ടകളും മാനസാന്തരം സംഭവിച്ച പലരും മഹാന്മാരായ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾക്ക് കൊല്ലും കൊലയ്ക്ക് ഒരു പാഷനാ. വന്ദന എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. വന്ദന ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ. ഓ, ഒരു മാന്യൻ. ആട്ടിൻതോലിട്ടിട്ട് വന്നാലും ചെന്നായ തന്നെയാ. അത് അതിന്റെ സ്വഭാവം പുറത്ത് കാണിച്ചിരിക്കും. കാര്യം സാധിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ആഭാസനാണ് ഈ മാന്യത ചമഞ്ഞു നിൽക്കുന്ന ജഗനെന്ന് ഞാനിവിടെ എല്ലാവരോടും വിളിച്ചു പറയട്ടെ. മതി. ഒരു കാര്യം അറിഞ്ഞ കൊള്ളായിരുന്നു. ഇത് പാരയുടെ കൊട്ടേഷനെ ഏറ്റുപിടിച്ച പുതിയ വേഷം കിട്ടി ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ താറടിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ വന്ദനോട് ചെയ്തിട്ടുള്ളത്? അതെന്താണെന്ന് പറഞ്ഞാലല്ലേ എന്റെ നിരപരാധിത്വം എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റൂ. നിരപരാധിത്വം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സാധുവായി അഭിനയിക്കാൻ എങ്ങനെ കഴിയുന്നു? നാണോ ഇല്ലേ നിങ്ങൾക്ക്? വന്ദനയ്ക്ക് എന്നെ തല്ലെങ്കിൽ തല്ലിക്കോ. അങ്ങനെയെങ്കിലും ചെയ്യാത്ത തെറ്റിന്റെ പാപക്കറ എന്നിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പൊക്കോട്ടെ. തല്ലിക്കോ. ദേഹത്ത് തൊട്ട് ആ പാപക്കറ കൂടി ഏറ്റുവാങ്ങാൻ വന്ദനയെ കിട്ടില്ല. വന്ദനമ്മ എന്തിനാ അങ്കിളിന് വഴക്കുറയുന്നത്? അങ്കിള് പാവല്ലേ? ഇപ്പോൾ വന്ദനമ്മയോട് ചോദിച്ചാൽ എനിക്ക് വഴക്ക് കിട്ടും. പിന്നെ എന്നെ കുറിച്ച് മറ്റെന്തേലും വിചാരം ഉണ്ടെങ്കിൽ അത് മുളയിലെ അങ്ങ് നുള്ളിയേക്ക്. ഇതെന്റെ അവസാനത്തെ വാണിങ്ങാ. എന്റെ പിറകെ ഇനി നടന്ന് ശല്യം ചെയ്ത ഹരിതയോട് ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അയ്യോ, ഹരിതയോടൊന്നും പറഞ്ഞേക്കരുത്. എന്നെ നാണം കെടുത്തരുത് പ്ലീസ്. പോടൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.